ഇപ്പൊ മരിച്ചിട്ടുള്ളൂ, കണ്ണൊന്നും അടയണ്ട. ഇപ്പോ മരിച്ച ഒരു മയ്യത്താണ് നമ്മുടെ മുൻപിലുള്ളത്. ഇപ്പൊ റൂഹ പോയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ കണ്ണ് തുറന്നു കിടക്കുന്നു, വായ തുറന്നു കിടക്കുന്നു, കൈ ഇങ്ങനെ ഏകദേശം ഈ രൂപത്തിലാണുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ കയ്യെ ഒന്ന് ചേർത്തി വെക്കുക, ചുണ്ട് അടച്ചു കൊടുക്കുക, ചുണ്ട് പൂട്ടി കണ്ണ് അടച്ചു കൊടുക്കുക. ചിലപ്പോൾ എന്താവും, കണ്ണ് നമ്മൾ മരിച്ച് 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ശേഷമാണ് വരുന്നതെങ്കിൽ കണ്ണ് അടയ്ക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഒന്ന് ഇങ്ങനെ തിരുമ്മി കൊടുത്താൽ കണ്ണ് അടഞ്ഞ രൂപത്തിലാവും, ചുണ്ട് ഇങ്ങനെ അടഞ്ഞ രൂപത്തിലാവും. അടഞ്ഞിട്ടില്ലെങ്കിൽ താടി ഒന്നിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അടച്ചു കൊടുത്താൽ മതി. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തുണി വെച്ചിട്ട് കെട്ടുന്നത്. ആ തുണി കെട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വളരെ സശ്രദ്ധം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തെങ്കിലും സംശയം നിങ്ങൾ ചോദിക്കും ചെയ്യാട്ടോ. കാരണം ഞാൻ എക്സ്പേർട്ട് അല്ല, നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ എക്സ്പേർട്ട് ആയതുകൊണ്ട്. അപ്പോ എന്തെങ്കിലും സംശയം ഉടനെ ചോദിക്കാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായം പറയാൻ ആരെയും അനുവദിക്കുന്നതല്ല. തുണി നമുക്ക് 2 രൂപത്തിൽ എടുക്കാം. അതിൽ ഒന്ന്, നടു ഭാഗത്ത് ഒരു ചെറിയ ഓട്ടം ഉണ്ടാക്കാം, തൊട്ട് താഴെ 2 ഓട്ടങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു നീള കഷ്ണം എടുത്താൽ നീളത്തിൽ നടുവ് ഇടതും വലതും 2 കീറൽ ഉള്ള അവസ്ഥയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്. ഇനി അതല്ലെങ്കിൽ 2 ഭാഗത്തുനിന്നും, മുകൾ ഭാഗത്തുനിന്ന് താഴേക്കും താഴ്ഭാഗത്തുനിന്ന് മുകളിലേക്കും കീറി നടുഭാഗത്ത് നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ തുണി കീറാവുന്നതാണ്. എന്നിട്ട് ഇവിടെ വെച്ച് ഇവിടേക്ക് കെട്ടാം, ചെവിയെ ഒഴിവാക്കിക്കൊണ്ട്. ഈ ചെവി ഒഴിവാക്കാൻ വേണ്ടി 2 ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും ഇങ്ങനെ തന്നെ, ഇങ്ങനെ വെച്ചാൽ ചെവി കാണിച്ചു തരാം. ചെവിർത്തോ ചെവി രണ്ടും പുറത്താകുന്ന രൂപത്തിൽ, താടി ആവുന്ന രൂപത്തിൽ, തല ഇങ്ങനെയാകുന്ന രൂപത്തിൽ കെട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് മയ്യത്തിന്റെ കൈ, മരിച്ചിട്ടുള്ള ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി നിവർത്തുക. വലത്തെ കൈ ഇതുപോലെ 1, 2, 3 ഇങ്ങനെ മടക്കി നിവർത്തി അവിടെ വെക്കുക. അതേപോലെ തന്നെ ഇടത്തെ കൈയും മടക്കി നിവർത്തി വെക്കാം. അത് നമുക്കൊരു ആയാസത്തിന് വേണ്ടിയും നമ്മൾ വിചാരിക്കുന്ന പോലെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ കാല് ഇങ്ങനെ ഒന്ന് മടക്കി നിവർത്താം. ഇപ്പൊ ഇങ്ങനെ ബലം വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഇങ്ങനെ ആക്കാം, ഇതും അങ്ങനെ ആക്കാം. എന്നിട്ട് ഒന്ന് ഇങ്ങനെ പൊന്തിക്കാം. പൊന്തിച്ചിട്ട് വയറിന്റെ ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക, കാലൊന്ന് വിടർത്തി വെക്കുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ വരാൻ സാധ്യതകളുണ്ടെങ്കിൽ അത് ആ രൂപത്തിൽ പുറത്തു പോവുകയും ചെയ്യും. എന്നിട്ട് സാവകാശം കിടത്താം. ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ പല സ്ട്രെച്ചറുകൾ കിട്ടാറുണ്ട്. ആ സ്ട്രെച്ചറുകളിൽ ചിലത് തന്നെ ഇതുപോലെ ചാരി ഇരുത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മളിങ്ങനെ വയറ് അമർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒന്ന്, മരണപ്പെട്ടു പോയ വ്യക്തിയുടെ വയറിൽ വല്ല മാലിന്യങ്ങളും ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ വേണ്ടിയാണ്. അതേസമയം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതും അതുപോലെ തന്നെ ഗർഭം കഴിഞ്ഞത്, ഹൈലും നിഫാസും ഉള്ളത്, ഉദരരോഗമുള്ളത്, സർജറി കഴിഞ്ഞത് എന്നിത്യാദി മയ്യത്തുകളെയൊന്നും ഈ പണി ചെയ്യുകയും ചെയ്യരുത്. പിന്നെ ബ്ലഡ് വന്നാൽ നിൽക്കാൻ കുറേ പ്രയാസമായിരിക്കും, അത് ചെയ്യുക. പിന്നെ കണ്ണടച്ചത് എന്തിനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്ന് പറഞ്ഞിട്ട് അബൂ സലമ റളിയല്ലാഹു അൻഹു കണ്ണടച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ച വ്യക്തി തൻ്റെ റൂഹിനെ കൊണ്ടുപോകുന്ന മലായികത്തുകളെ തുറച്ചു നോക്കുന്ന അവസ്ഥയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിങ്ങൾ അടച്ചു കൊടുക്കുകയും എന്ന് പറയുകയുണ്ടായി. ഇനി നമുക്ക് വേണ്ടത് വീട്ടിൽ നിന്ന് കരയുള്ളതോ കരയില്ലാത്തതോ ആയ ഒരു വലിയ മുണ്ട്. ഇതുവരെ മനസ്സിലായല്ലോ, പ്രാഥമികമായ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഇതുവരെയുള്ളതിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇപ്പൊ മാലിന്യം വന്നു എന്ന് പറഞ്ഞു, അതവിടെ നിൽക്കുക അല്ല. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലൗസ് സഹായികളായ ആളുകൾക്ക്
ഓരോന്ന് വീതവും, കുളിപ്പിക്കുന്ന ആൾക്ക് 2 വീതവും വേണം. അതോടുകൂടി തന്നെ നേരത്തെ പറഞ്ഞ ആ വീതി കൂടിയ തുണി, ഇതിന്റെ ഇങ്ങനത്തെ തുണി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ കുളിപ്പിക്കുന്ന ആള് ഇതിങ്ങനെ ചുറ്റണം. അപ്പൊ ഇനി നേരത്തെ പറഞ്ഞ രൂപത്തിൽ കടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ വയറിൽ നിന്നും മലമോ മൂത്രമോ ഒക്കെ വന്നിട്ടുണ്ടാവാം. അപ്പൊ അതവിടെ ഉണ്ട്. അപ്പൊ ഇതെന്ത് ചെയ്യണം, അത് നേരെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നീണ്ട വലിപ്പമുള്ള ഒരു തുണി ഉപയോഗിച്ച് പൂർണ്ണമായി അയാളെ മൂടുന്നു. മൂടിയതിനു ശേഷം അയാളുടെ വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചെടുക്കുകയാണ് ചെയ്യുക. ഉദാഹരണമായിട്ട് ഇവിടെയുള്ള ഈ ഷർട്ട് ഒരു കാരണവശാലും മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള ഭാഗം മറ്റുള്ളവർ കാണാനോ കുളിപ്പിക്കുന്നവർ നേരെ കാണാനോ പറ്റാത്ത രൂപത്തിലാണ് ഈ തുണി ഇടേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൈ ഉള്ള കുപ്പായം അതുപോലുള്ള സംവിധാനം ബനിയനൊക്കെയാണ് വിചാരിച്ചോ, തീർച്ചയായും എന്ത് ചെയ്യണം, അതിന്റെ കൂടുതൽ ഒരു കത്രി ഉണ്ടാവണം. ഇത് കീറിയിട്ട് 2 ഭാഗവും കീറിയിട്ടാണ് അത് റിമൂവ് ചെയ്യേണ്ടത്. അപ്പൊ അത് ആ രൂപത്തിൽ തന്നെ ഇവിടെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നീട് തുണി നമുക്ക് അഴിക്കാം. തുണി അഴിക്കുന്നതോട് തന്നെ മുകളിലുള്ള വസ്ത്രം ഏകദേശം മുട്ടുവരെ നീക്കം ചെയ്യുകയും അതിന്റെ അടിയിലുള്ള, പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ, അടിയിലുള്ളപ്പോ ഇത് നമ്മളിങ്ങനെ എടുത്തു മുട്ടുവരെ ആക്കിയിട്ടുണ്ട്, അടിയിലുള്ള വസ്ത്രം ഇവിടെ കിടക്കുന്നുണ്ട്. ആ വസ്ത്രം എടുക്കുന്നതോടുകൂടി തന്നെ സഹായികളായ ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് കാല് 2 ചേർത്തി പിടിക്കുക. എന്നിട്ട് അടിയിൽ നിന്ന് വസ്ത്രം വലിച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെ വലിക്കുന്നതോടുകൂടി തന്നെ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. ആ തുണി സുരക്ഷിതമായിട്ട് മാറ്റി വെക്കുകയും ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, കപ്പിൽ വെള്ളം എടുക്കുക, ഇങ്ങനെ പിടിക്കുക. ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത്. കപ്പിൽ വെള്ളം എടുത്ത് ഇങ്ങനെ ഔറത്തിലേക്കും രഹസ്യഭാഗങ്ങളിലേക്കും ശക്തമായി അടിച്ചതിന് ശേഷം ആ വെള്ളം പൂർണ്ണമായും കഴുകി ട്രേയിലോ മറ്റോ, ഇപ്പൊ നമ്മളൊക്കെ അറിയാൻ പറ്റും, തലഭാഗം കുറച്ച് പൊക്കിയും കാൽഭാഗം താഴ്ത്തിയും ഒക്കെ കിടക്കുന്നുണ്ടാവുക. ആ മാലിന്യ വെള്ളവും നജസ്സും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, മാറിപ്പോവും. ഇതോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുളിപ്പിക്കുന്ന ആളുകൾ അവരവരുടെ ഉടുവസ്ത്രങ്ങൾ ഒരൽപ്പം കയറ്റി കൊടുത്തില്ല എങ്കിൽ മലമൂത്രമോ നജസോ മാലിന്യങ്ങളോ രക്തമോ മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ വസ്ത്രത്തിൽ തെറിക്കാൻ ഇടയാകും. മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ കുളിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യവും സുന്നത്തുമാണ്. എന്തുകൊണ്ട്, ഈ നജസും മാലിന്യത്തോടു കൂടി ഇനിയാണ് മയ്യത്ത് നിസ്കരിക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ അത് ശ്രദ്ധിക്കണം. ശരീരത്തിൽ പുരളാത്ത രൂപത്തിലായിരിക്കണം കുളിപ്പിക്കേണ്ടത്. അപ്പൊ ആ രൂപത്തിൽ ഈ നജസ് നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ തള്ളവിരല് ഇങ്ങനെയാണ് കെട്ടുക. പക്ഷെ അത് കെട്ടേണ്ടത് പലപ്പോഴും കുളിപ്പിക്കുന്ന സന്ദർഭത്തിലല്ല. കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ, കെട്ടിക്കഴിഞ്ഞാൽ പൂർണ്ണമായ രൂപത്തിൽ അത് കുളിപ്പിക്കാൻ കഴിയാതെയാകും. ഇന്ന് 4 മണിക്കാണ് മരിക്കുന്നത്, മയ്യത്തെടുക്കുന്നത് നാളെ ഉച്ചക്കാണെങ്കിൽ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് എന്താ, ആദ്യമേ ഒന്ന് കുളിപ്പിച്ച് കിടത്തുക. അപ്പൊ അങ്ങനെ കിടത്തുകയാണെങ്കിൽ കാല് കെട്ടാം, താടി കെട്ടാം ഒക്കെ. അത് 2 സൗകര്യങ്ങളാണ്. ഒന്ന്, മയ്യത്ത് നജസോട് കൂടി കിടക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഹയാത്തായി ജീവിക്കുന്ന നമ്മളിൽ ആണുള്ളത്. പിന്നെ ഒന്ന്, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ടാണ് ഈ മരിച്ചു കിടക്കുന്നത്. അദ്ദേഹം വൈകുന്നേരത്താണ് മരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞാൻ തിരിച്ചു പോകണം. നാളെ രാവിലെ 9 മണിക്ക് എനിക്ക് എൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ജോലിയും മറ്റു കാര്യങ്ങളും തടസ്സമാകും. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് കയറേണ്ടത്, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ആത്മമിത്രം എന്ന നിലയ്ക്ക് അദ്ദേഹം മരിച്ചിട്ട് എനിക്കൊന്ന് മയ്യത്ത് നിസ്കരിക്കാൻ പോലും പറ്റാതെ ഞാൻ പോകേണ്ടി വരുന്നല്ലോ എന്നൊരാൾ വിചാരിക്കേണ്ടതില്ല. കുളിപ്പിച്ചു കിടത്തിയ മയ്യത്തിന്റെ ഇത് എൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ബാപ്പയാണ്, എൻ്റെ സഹോദരനാണ്. മറ്റുള്ള ആൾക്കാർ ലീവ് എടുക്കാനോ നീട്ടാനോ ഒക്കെ പറ്റാത്ത രൂപത്തിലുള്ള ആളുകളാണെങ്കിൽ അയാളുടെ തലയുടെ ഭാഗത്ത് നിന്നിട്ടും, സഹോദരിയാണ് മരിച്ചത്, പെണ്ണാണ് മരിച്ചത് എങ്കിൽ അവരുടെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്നിട്ടും അയാൾക്ക് അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ മയ്യത്ത് എവിടെയാണോ കിടക്കുന്നത് ആ കിടക്കുന്ന ഇടത്തിൽ വെച്ച് തന്നെ നിസ്കരിച്ചിട്ട് അയാൾക്ക് യാത്ര പോകാം. പക്ഷെ അത് എന്ത് വേണം, ഈ മയ്യത്ത് ശുദ്ധിയുള്ളതാകണം, കുളിപ്പിച്ച് കിടത്തിയതാകണം. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ കുളിപ്പിക്കുക എന്ന ആ ഒരു സംവിധാനം ചെയ്യാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കുളിപ്പിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അത് സാധാരണഗതിയിൽ നമ്മളൊക്കെ ജനാബത്ത്, ഹൈള്, വിലാദത്ത് തുടങ്ങിയ നിർബന്ധമായ കുളിക്കുന്ന ആ ഒരു കുളി തന്നെയാണ്
മയ്യത്തിനും കുളിക്കാനുള്ള സമയം അതിക്രമിക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യം ഉളു ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിന്റെ വിരലിന്റെ ഇടയിൽ ഉള്ള ഭാഗങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നഖം നീണ്ടിട്ടുണ്ടെങ്കിൽ അത് മുൻപേ വെട്ടണം. അതൊക്കെ മരിച്ചു എന്നറിഞ്ഞ് ഉടനെ തന്നെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ചിലപ്പോൾ ശ്രദ്ധയിൽ പെട്ടുപോയിട്ടുണ്ടാവില്ല, കഴിഞ്ഞ ആഴ്ച മുറിച്ചാണ് പിന്നെ മറന്നുപോയി എങ്കിൽ നഖം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നഖം വെട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ മീശരോമങ്ങൾ ഇങ്ങനെ വായിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെ ജീവിതത്തിൽ ഒരാളും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉപ്പയാണ് എങ്കിൽ ആ രോമങ്ങളും ഒന്ന് വെട്ടിക്കൊടുക്കാം. പ്രാഥമികമായ രൂപങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് വലത്തെ കൈ 3 പ്രാവശ്യം ഞെരിയാണി വരെ കഴുകുക, സാധാരണ നമ്മൾ ഉദു എടുക്കുന്നത് പോലെ തന്നെ. അതുപോലെ തന്നെ ഇടത്തെ കൈയും കഴുകുക, അതും ഞെരിയാണി വരെ. ഞെരിയാണി വരെ വലത്തെ കൈ കഴുകുക. ഇനി അടുത്തെന്താ ചെയ്യാനുള്ളത്? വെള്ളം കൊണ്ട് വായിലും മൂക്കിലും കൊപ്പിളിക്കലാണ്. അത് വായിൽ ആക്കാനേ നമുക്ക് പറ്റുള്ളൂ, മൂക്കിൽ ആക്കാനേ പറ്റുള്ളൂ. കാരണം മൂക്കിൽ കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മയ്യത്ത് കഫൻ ചെയ്തതിന് ശേഷമൊക്കെയാണ് വരികയുണ്ടാവുക. അത് ആ രൂപത്തിൽ തന്നെ ശ്രദ്ധിക്കണം. വായിലും മൂക്കിലും വെള്ളം കയറ്റി പ്രതീകാത്മകമായിട്ട്, കയ്യിൽ വെള്ളം എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കയറ്റി സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ 3 പ്രാവശ്യം കഴുകി പിന്നെ വെള്ളം എടുത്തു. എന്നിട്ട് നമ്മൾ 3 പ്രാവശ്യം താടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം പോകാവുന്ന രൂപത്തിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ തലയിലെ കെട്ട് മെല്ലെ അഴിച്ച് വേസ്റ്റ് ബോക്സ് ഉണ്ടാവും, അതിലേക്ക് നീക്കം ചെയ്യാവുന്നതാണ്. അങ്ങനെ മുഖം 3 പ്രാവശ്യം കഴുകുന്നു. പിന്നീട് വലത് കൈ ഈ ഞെരിയാണി വരെ, ഇതാണ് ഞെരിയാണി, ഇതാണ് മുട്ട്. ഒരൽപ്പം എന്ത് ചെയ്യാം, മുട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറക്കി ചെയ്യാം. ഈ മുട്ടിന്റെ അത്ര കഴുകുക. അതേപോലെ തന്നെ ഇടത്തേതും കഴുകുക. ഇതെന്താ ചെയ്യേണ്ടത്? കൈ കഴുകി കഴിഞ്ഞു, തല തടവണം, ചെവിയും തടവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം എടുത്തു, എന്നിട്ട് അത് കുടഞ്ഞു കളഞ്ഞു. എന്നിട്ട് തള്ളവിരൽ രണ്ടും ചെവിയിൽ വെച്ചു, മൂർധാവിൽ നിന്ന് പിരടിയിൽ നിന്ന് വീണ്ടും തിരിച്ച് മൂർധാവ് വരെയും കൊണ്ടുവരികയും വലത്തെ കൈയിന്റെ തള്ളവിരൽ വലത്തെ കൈയിന്റെ ചെവിയുടെ അടിയിൽ കൂടി മുകളിലേക്കും ഇടത്തെ കൈയിന്റെ തള്ളവിരൽ ചെവിയിൽ പ്രവേശിപ്പിച്ച് വിരലുകൾ രണ്ടും പിന്നിലേക്കും കൊണ്ടുവന്നു. എത്ര? മസ്ഹതൻ വാഹിദ, അത്രയേ ഉള്ളൂ ഹദീസിൽ കാണാൻ പറ്റും. തലയും ചെവിയും ഒറ്റ പ്രാവശ്യം തലവി. തലയ്ക്ക് വേണ്ടി പ്രത്യേകം വെള്ളമോ ചെവിക്ക് വേണ്ടി പ്രത്യേകം വെള്ളമോ എടുത്തില്ല. ഇനി കഴിഞ്ഞു, ഒന്നും എടുക്കൽ കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു? മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇൻഷാ അല്ലാഹ് വെള്ളം എടുക്കുവാണ്. തലയിൽ നിന്ന് തുടങ്ങുന്നു, വലതു ഭാഗത്ത് നിന്ന് തുടങ്ങുന്നു. തലയിൽ വെള്ളം ഒഴിക്കുന്നതോടുകൂടി തന്നെ കംപ്ലീറ്റ് സോപ്പ്, എന്നൊക്കെ പറഞ്ഞേ, വെള്ളത്തിൽ ഇട്ടുവെച്ച അലിഞ്ഞ സോപ്പാണെങ്കിൽ കംപ്ലീറ്റ് മുടി ഇഴകളിൽ കൂടിയൊക്കെ പ്രവേശിപ്പിച്ച് കണ്ണിന്റെ ഈ സൈഡിലൊക്കെ ചിലപ്പോൾ ദീർഘകാലം രോഗിയായി കിടന്നിട്ടുണ്ടാകും, അവിടെ പീളുണ്ടാവും, മൂക്കിൽ മൂക്കട്ടുണ്ടാവാം, അല്ലെങ്കിൽ പലതും ഉണ്ടാവും, ചെവിയിലുണ്ടാവും. അതൊക്കെ മനോഹരമായ രൂപത്തിൽ കഴുകണം. അപ്പോൾ തലയും അതിന്റെ ഭാഗങ്ങളും അന്തരഭാഗങ്ങളും കഴുകൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വലത് ഭാഗത്ത് കപ്പിൽ വെള്ളം എടുത്തു. സഹായികളായ ആളുകൾ അവരിങ്ങനെ വെള്ളം കാല് വരെ ഒഴിച്ചു. ഞാൻ ഈ മയ്യത്തിന്റെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് മാത്രം മറച്ചാൽ മതിട്ട്, കംപ്ലീറ്റ് ഇങ്ങനെ തുണിട്ട് വെക്കേണ്ടതില്ല. അപ്പൊ സോപ്പൊക്കെ നന്നായിട്ട് തേച്ചു, കക്ഷഭാഗത്തൊക്കെ നന്നായിട്ട് തേക്കും. അതിനാണ് നേരത്തെ പറഞ്ഞ കയ്യിൽ തുണി ചുറ്റണം എന്ന് പറഞ്ഞത്. അതിനാണ് കക്ഷഭാഗത്ത്, ഗുഹ്യഭാഗത്ത്, രഹസ്യഭാഗത്ത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നോക്കാൻ പാടില്ല. അത് സ്ത്രീകൾ ആണ് എങ്കിൽ ഈ മയ്യത്തിന്റെ മുകളിലിടുന്ന തുണി അത്യാവശ്യം നല്ല കട്ടിയുള്ളത്, വെള്ളം നനഞ്ഞാൽ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ ശരീരത്തിന്റെ ഔറത്തുകൾ, മക്കളാകട്ടെ മരുമക്കളാകട്ടെ, നേർക്കുനേരെ നോക്കിയാൽ കാണാത്ത രൂപത്തിൽ ഒരല്പം കട്ടിയുള്ളത് ഇടുന്നത് നല്ലതാണ്. നീ കണ്ടു വിചാരിച്ചു കുഴപ്പമില്ല, പക്ഷെ അതായത് നോക്കാൻ പാടില്ല. കാണാം പക്ഷെ നോക്കാൻ പാടില്ലാത്ത രൂപത്തിലാണ്. അപ്പൊ ഈ ഭാഗം വളരെ വൃത്തിയായിട്ട് വലത് ഭാഗം വിരലിന്റെ ഇടയിൽ ഒക്കെ കഴുകി ഔറത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ കയ്യിലുള്ള തുണി ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിയായ രൂപത്തിൽ വെള്ളം ശക്തമായ രൂപത്തിൽ അടിച്ചിട്ട് വേണം കഴുകാൻ. ഏതെങ്കിലും ഒരു നജിസിന്റെ അംശം ഞാനാകുന്ന ജാഹില് മയ്യത്ത് കുളിപ്പിച്ച് അവിടെ ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ മസൂലിയത്ത് എനിക്കാണ് എന്ന ബോധ്യത്തോടു കൂടി നജിസിന്റെ അംശം തരിമ്പും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മയ്യത്തിനെ കുളിപ്പിക്കാൻ. അപ്പൊ വലത് ഭാഗത്ത് പൂർണ്ണമായി കഴുകി കഴിഞ്ഞാൽ പിന്നെ സഹായികളുടെ ആവശ്യമുണ്ട്. ഇടത് ഭാഗത്തേക്ക് ചരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കൈ ഇപ്പൊ ഉള്ളതുപോലെയല്ല, മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒന്നിടക്കാണ് പോകും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സംവിധാനങ്ങളാണ്. അവിടെ പോയി തട്ടിയാൽ എല്ല്
പൊട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തോല് നീങ്ങാൻ സാധ്യതയുണ്ട്, ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായ രൂപത്തിൽ ബലമുള്ള ആളുകളാണ് ഇത് പിടിപ്പിക്കേണ്ടത്. രണ്ട് ഭാഗത്തും ചെരിഞ്ഞു മറിഞ്ഞു പോകാത്ത രൂപത്തിൽ ചെയ്യുകയും വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പെരടി ഭാഗത്ത് നേരത്തെ കുളിപ്പിച്ച ഭാഗത്ത് വല്ല വെള്ളമോ സോപ്പിന്റെ അംശങ്ങൾ ഉണ്ടെങ്കിൽ അതടക്കം പുറഭാഗം ഒന്നായിട്ട് കഴുകി വൃത്തിയാക്കി, ഈ രഹസ്യ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി, കാലിന്റെ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി വളരെ നല്ല രൂപത്തിൽ കഴുകി സോപ്പൊക്കെ ഇട്ട് അത് തന്നെ വെള്ളം കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ ശരീരത്തിലേക്ക് തെറിക്കാതെ എന്റെ പേരേക്ക് ആകാത്ത രൂപത്തിലാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ വെള്ളം ഒഴുക്കി കുളിപ്പിച്ച് വളരെ കൃത്യമായതിനു ശേഷം വീണ്ടും സ്ട്രെച്ചറിലേക്ക് മലർത്തി കിടത്തുന്നു. സമയത്ത് അയച്ചിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ വലതു ഭാഗം കഴിഞ്ഞു, ഇനി നമ്മൾ ഇടതു ഭാഗത്തേക്ക് പോവുകയാണ്. ആ ഇടതു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ കെട്ടിയ കാലിന്റെ ഈ ഭാഗം അഴിച്ചു വിടുന്നു. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇടത് ഭാഗത്ത് അതുപോലെ തന്നെ കഴുകുക. പ്രത്യേകിച്ച് ഔറത്തിന്റെ ഭാഗത്ത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കഴുകാതെ എന്ന രൂപത്തിൽ അവിടെ കഴുകാതെ ഇടാനും പാടില്ല. എന്നാൽ കഴുകുമ്പോൾ ഏതായാലും വാപ്പാന്റെ അല്ലേ, ചെറുപ്പത്തിൽ തന്നെ പ്രായപൂർത്തിയാണ് അതിനുമ്പോൾ വളർത്തിയതാക്കിയല്ലേ, എന്ന് വെച്ചാൽ തുണിയൊന്നുമില്ല നേർക്ക് നേരെ കൈയിട്ട് കഴുകാനും പാടില്ല. അപ്പൊ അത് രണ്ടും ശ്രദ്ധിക്കുക. അങ്ങനെ ഇടത് ഭാഗവും പൂർണ്ണമായി കഴുകിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടത് ഭാഗത്തേക്ക് ചരിക്കുന്നു. ഈ തുണി നീങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗവും ഇതേപോലെ തന്നെ സോപ്പ് അല്ലെങ്കിൽ ഷാമ്പു അല്ലെങ്കിൽ ബോഡി സോപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉഷാറാക്കിയതിന് ശേഷം ഈ ഭാഗവും കഴുകി പൂർണ്ണമായ രൂപത്തിലായി ഇനി അങ്ങോട്ട് തന്നെ കടത്തുക. ഇപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ഇങ്ങനെ സോപ്പ് താളി അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് 3 പ്രാവശ്യം തിരിച്ചും മറിച്ചും കിടത്താം. അതിനുശേഷം നമുക്ക് പൂർണ്ണമായിട്ടും തലയിൽ നിന്ന് കാൽപാദം വരെ വെള്ളം ഒഴിച്ച് നല്ല രൂപത്തിൽ ബക്കറ്റിൽ, അത് കപ്പ് വേണ്ട, ബക്കറ്റിൽ എടുത്തിട്ട് എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കൈ ഒന്നും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്താവും, പടപതുകൊണ്ട് പോകില്ല, നമുക്ക് അതിൻ്റെതായ ഒരു താളത്തിൽ അത് പിടിച്ചെടുക്കാനും പറ്റും. അപ്പൊ അങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പറ്റും. രണ്ടുപേർ സഹായിച്ച് തിരിച്ചു കിടത്തിയിട്ടും അങ്ങനെ തല മുതൽ കാല് വരെ ഉള്ള വെള്ളങ്ങൾ ഒഴിഞ്ഞു പോകുന്ന രൂപത്തിൽ പൂർണ്ണമായിട്ടും അത് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതോടുകൂടി എന്തായി, കുളിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ 90% കഴിഞ്ഞു. ഈ 1% കൂടി ബാക്കിയുണ്ട്, 10%. എന്താണുള്ളത്, കാല് കഴുകുക എന്നുള്ളത്. ഞാൻ നേരത്തെ കാല് അഴിച്ചിടാതെ ഇങ്ങനെ ഇവിടെ വെച്ചിരുന്നത് അതുകൊണ്ടാണ്, അപ്പൊ മറന്നു പോയിരിക്കാൻ കൂടിയാണ്. അപ്പൊ കാല് കഴുകണം. വലത്തെ കാല് ഞെരിയാണി വരെ, നമ്മൾ ഉളുവിനൊക്കെ കഴുകുന്ന പോലെ തന്നെ ഞെരിയാണി വരെ 3 പ്രാവശ്യം കഴുകി, ഇടത്തെ കാലും കഴുകി. അപ്പൊ ഇങ്ങനെ കുളിപ്പിച്ചതിന് ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്, തോർത്തുക എന്നുള്ളതാണ്. അതിന് തോർത്തുമുണ്ട്, അത് പുതിയത് വേണമെന്നൊന്നുമില്ല. നല്ല തോർത്തുകൊണ്ട് ഉപയോഗിച്ചിട്ട് പൂർണ്ണമായിട്ടും ശരീരത്തിലെ വെള്ളങ്ങളൊക്കെ ഒപ്പിയെടുക്കുക. ഒപ്പിയെടുക്കുന്നതോടുകൂടി തന്നെ സ്ട്രെച്ചറിൽ വെള്ളം ഉണ്ടാവും, അതും ഒപ്പിയെടുക്കുക. ആ ഒപ്പിയെടുത്ത് പൂർണ്ണമായും അടിയും മോൾ ഭാഗമൊക്കെ ഡ്രൈ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് നമ്മളെ പരിപാടി അവസാനിച്ചോ? ഇല്ല. അതിനാണ് ബക്കറ്റിൽ നേരെ ഇവിടെ കലക്കി വെച്ചൊരു സാധനമുള്ളത്, കർപ്പൂരത്തിന്റെ വെള്ളം. ഇതും ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യണം, അത് തീർന്നു എന്ന് വിചാരിക്കാം. അതല്ലേ പിന്നെ ഒരു ബാക്കി കൂടി ഉണ്ട് തോന്നുകയാണെങ്കിൽ 3 ആക്കുന്ന രൂപത്തിൽ ഒരൽപ്പാൽപ്പമായിട്ട് 1, 2, 3 എന്ന രൂപത്തിൽ 3 പ്രാവശ്യം കർപ്പൂരം കൊണ്ട് അവസാനിപ്പിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. എന്നിട്ട് വേണം തോർത്താൻ കേട്ടോ. അപ്പൊ തോർത്തുന്ന സമയത്ത് കർപ്പൂരത്തിന്റെ നേരത്തെ പറഞ്ഞില്ലേ, വലിയ കട്ടയും കല്ലും ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് പൊടിച്ചിട്ട് അത് വെള്ളത്തിൽ കലർത്തി വെക്കുന്നത്. പിന്നീട് തോർത്തുമ്പോൾ സ്ട്രെച്ചർ കൂടി തോർത്തുക. തോർത്തി കഴിഞ്ഞതിന് ശേഷം ഇപ്പോ നിലവിൽ ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, അത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടാവും. ഇത് മാറ്റാൻ വേണ്ടി സ്ത്രീയുടെ ആണ് വിചാരിച്ചോ, സ്ത്രീയുടെ ആണ് എളുപ്പമാണ്. സാധാരണ നമ്മൾ മോഹക്കിലേക്ക് ഇടുന്നത് പോലെ തന്നെ ഇങ്ങനെ ഇടാം. ഈ വള്ളി സാധാരണ കെട്ടുന്ന പോലെ കെട്ടാം. അടിഭാഗം സഹായികളെ കൂടി ഏൽപ്പിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ മറച്ച് നിസ്കാരക്കുപ്പായിട്ട് ലെവലാക്കി കിടത്തി. പുരുഷന്മാരാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, 3 കഷ്ണം തുണി മാത്രം മതി. അപ്പൊ തോർത്തി എടുക്കുമ്പോൾ ആ സമയത്ത് ഇതിൽ 3 കഷ്ണം തുണി ഉണ്ടാവും. അതിൽ നമ്മളാണ് മുറിക്കുന്നതെങ്കിൽ, കടയിൽ നിന്ന് വാങ്ങി മുറിക്കുകയാണെങ്കിൽ സെയിം ഈക്വൽ ആയിരിക്കും ഒരേ പോലുള്ള കഷ്ണങ്ങൾ. ഒന്ന് ഒരല്പം വലുതാക്കുക, ഏറ്റവും അടിയിലുള്ളത് ഒരല്പം വലുതാക്കുക, ബാക്കി രണ്ടും ഒരുപോലെ ആക്കുക. എന്നിട്ട് ഏറ്റവും അടിയിൽ ഉപയോഗിക്കുന്ന ഈ തുണിയുടെ കാണുന്നുണ്ടല്ലോ, ഇത് കീറാൻ പോവാ.
3 പോലെ പിടിച്ചു, ഞാൻ പറഞ്ഞു അത് ഇങ്ങനെയുള്ള ഈ കരയുടെ കഷ്ണം നമ്മൾ നേരെ നടുഭാഗം മടക്കി അവിടെ ഒന്നുകൂടി മുറിച്ച് പിന്നെ ഇതിനെ വീണ്ടും ഒന്നുകൂടി മുറിക്കുന്നു. അപ്പൊ ടോട്ടൽ 3 പീസായി. ഇത് മയ്യത്തിന്റെ നടുഭാഗത്ത് വയറ് അടക്കമുള്ള ഭാഗത്ത് കെട്ടാനും, ഇത് മയ്യത്തിന്റെ കാൽഭാഗം കെട്ടാനും, ഇത് മയ്യത്തിന്റെ തലഭാഗം കെട്ടാനും, ഇങ്ങനെ 3 കഷ്ണങ്ങൾ അത് ഈ തുണിയുടെ കരയിൽ നിന്ന് തന്നെ മുറിച്ചെടുത്താൽ മതിയാകും. ചുരുട്ടിങ്ങനെ നമ്മളിങ്ങനെ വെക്കുകയും അതോടൊപ്പം തന്നെ മയ്യത്തിനെ കൈ പിടിച്ചു കൈയും കാലും കൊണ്ടുവരുന്നതോടുകൂടി തന്നെ വസ്ത്രം നമ്മൾ കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങോട്ടാണ് ഇനി അപ്പുറത്തേക്ക് വരും. നമ്മൾ ഇതില് മുകളില് തുണി വെറുതെ ഒന്ന് ഇങ്ങനെ മറച്ചതിന് ശേഷം ഈ ഇട്ട മുകളിലുള്ള തുണി ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് താഴേക്ക് വലിച്ചു ഒഴിവാക്കുന്നു. അപ്പോ വലത് ഭാഗത്ത് നിന്ന് ഭാഗത്തേക്കും ഇടത് ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്കും അടിവരി മറയട്ടെ ചൂണ്ടി നിർത്തി ടൈറ്റായി പിടിച്ച. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഇത് മറച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തുണി ഒരല്പം നീളം കുറവും ഇതേം ഒരല്പം നീളം കൂടുതലും ആയതുകൊണ്ട് ഒരു ചെറിയ ഭാഗത്തുണ്ട്. ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് അത്തറ് തേക്കാം, അത്തറ് പുരട്ടാം, ഒന്നാമത്തെ ഷീറ്റിന്റെ മുകളിൽ ഇട്ടാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ ഭാഗം കുളിപ്പിച്ച് തോർത്തേക്ക് എടുത്തതിന് ശേഷം ലാസ്റ്റ് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, മലോ മൂത്രോ അല്ലെങ്കിൽ ബ്ലഡോ എന്തെങ്കിലുമൊക്കെ കിരിഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യാം, അതൊന്ന് തുടച്ച് നീക്കം ചെയ്തിട്ട് ഇനി ബ്ലഡൊക്കെ വരികയാണെങ്കിൽ അവിടെ ആ പഞ്ഞി വെക്കുക. ഒന്നാമത്തെ അങ്ങനെ ടൈറ്റ് ആക്കുക. ഇതാണ് ടൈറ്റ് ആക്കുക, ഞാൻ കാണിച്ചു തരാം. ഈ വലതുഭാഗത്തുള്ള തുണി നടുഭാഗത്ത് നന്നായിട്ട് ടൈറ്റ് ആക്കുക. ഇങ്ങനെ ഒന്നാമത്തെ തുണി പൊതിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എളുപ്പമായി തീരും. 2 3 മതി. ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലായല്ലോ. ഇനിയും മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്ത് ഒരല്പം നീളം ഉണ്ടാവും, ആ ഭാഗത്ത് കെട്ടുകയും ആ ഭാഗത്തുള്ള തുണി ഒന്ന് തിരിച്ചു വെക്കുകയും ചെയ്യാം. ഈ ഭാഗത്തും അതുപോലെ ഒന്ന് കെട്ടുക, അതൊന്ന് തിരിച്ചു വെക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ആ കെട്ടൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മയ്യത്ത് കൊണ്ടുപോകലാണ്. കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് കബറടക്കലാണ്. കബറടക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം, മയ്യത്ത് ഇറക്കി വെക്കലാണ്. ഈ പ്രാക്ടിക്കലായ രൂപം ഇവിടെ നിങ്ങളെ കാണിച്ചു തന്ന് പഠിപ്പിക്കുന്നത് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ. ഇറക്കുമ്പോൾ നടുഭാഗത്ത് നമ്മൾ സാധാരണഗതിയിൽ തന്നെ നേരത്തെ പറഞ്ഞ നീളത്തിലുള്ള കയറിട്ട് കെട്ടിയതോടെ തന്നെ ഈ തോർത്തുമുണ്ട് കോൺ വെട്ടിച്ചിടും. സമയത്തിന്റെ പരിമിതി കാരണം വളരെ പെട്ടെന്ന് സാധിക്കും. കോൺ വെട്ടിച്ചാണ് ഇടുക. ഈ കോൺ നമ്മൾ കെട്ടുകയും ചെയ്യും. ഒന്ന് ചിരിച്ചായിട്ട് ചരിക്കും. ഇതിങ്ങനെ കെട്ടുന്നു. നമ്മൾ നേരത്തെ മയ്യത്തിന്റെ തുണിയിൽ നിന്ന് അഴിച്ചെടുത്ത ആ ഒരു നീളം കയറുണ്ടാവും, അത് ഇവിടെ കെട്ടും. എന്തിനാ, മയ്യത്തിറക്കി വെച്ചാൽ ആ ചരടിൽ പിടിച്ചു വെച്ചാൽ അതുകൊണ്ട് അഴിയും, ഇതിട്ട് വലിച്ചെടുക്കുകയും ചെയ്യാം. ഈ കെട്ടിലാണ് മയ്യത്തിനെ ഇറക്കേണ്ടത്. ഇങ്ങനെ ഇറക്കി കിടത്തിയതിനു ശേഷം ഈ മയ്യത്തിനെ ഇങ്ങനെ ആ തുണി ഇങ്ങനെയാണ് ഖബറിൽ അതിന്റെ ഭിത്തിയോട് ചേർത്തി ഖിബിലക്ക് മുഖവും ശരീരവും വരുന്ന രൂപത്തിൽ. അങ്ങനെയാണ് ലോകത്തുള്ള മുഴുവൻ മയ്യത്തുകളും ഖിബിലക്ക് അഭിമുഖമായിട്ടാണ് കിടക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെയാണ് ഖബറിലും കിടക്കേണ്ടത്. എന്നാൽ വീട്ടിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായ രൂപത്തിൽ കിടക്കുന്നതിന് വിരോധം ഇല്ല. മറിച്ച് ഏറ്റവും അഭികാമ്യവും അസിഹം നേരത്തെ പറഞ്ഞതുപോലെ നിസ്കരിക്കാൻ സൗകര്യവും ഇതാണ് എന്നുള്ളത് കൊണ്ട് ആ രൂപത്തിൽ അങ്ങനെ അത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നമ്മുടെ നാട്ടിൽ മരിക്കുന്ന മയ്യത്തുകൾ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് 100% ആയില്ലെങ്കിലും ഒരു 90%, 80% ആകാവുന്ന രൂപത്തിലാണ് നമ്മൾ
ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഇബാദത്തും അമലും പഠിച്ചറിഞ്ഞ് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം നമ്മളോട് സഹകരിച്ച അബ്ദുട്ടി സാഹിബിന് അഗൈതവുമായ നന്ദി കമ്മിറ്റിക്ക് വേണ്ടി, സംഘാടകർക്ക് വേണ്ടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ആൾക്കാർ ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, നിങ്ങളോട് മുഴുവൻ നോമ്പ് തുറക്കുന്ന വസ്തുക്കൾ മുമ്പിൽ വെച്ച് ഒരിക്കലും നാടൻ വർത്തമാനം പറയാതെ അള്ളാഹുവിനോട് വർത്തമാനം പറയുക, ദുആ ചെയ്യുക. അള്ളാഹു അതെല്ലാം നമ്മിൽ കബൂലാക്കട്ടെ. വന്നുപോയ അബദ്ധങ്ങളും അനർത്ഥങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ പരിസര പ്രദേശങ്ങൾ, നമ്മുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, മിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ തുടങ്ങി മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും അള്ളാഹു ശാന്തിയും സമാധാനവും വർഷിച്ച് സമാധാന അന്തരീക്ഷത്തിൽ ജീവിച്ചു വരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.